Welcome all. In this section we are going to discuss the properties of Riemann integral. ഈ സെക്ഷനിൽ 4 തിയറംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് തിയറം, if f is Riemann integrable on closed interval ab then the value of the integral is uniquely determined. അതായത് ഒരു ഫംഗ്ഷൻ ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയിൽ റീമാൻ ഇൻ്റഗ്രബിൾ ആണെങ്കിൽ അതിൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി അത് യുണീക്ക് ആയിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. വി വിൽ സീ ദ പ്രൂഫ്. ആദ്യം നമ്മൾ ഫംഗ്ഷൻ റീമാൻ ഇൻ്റഗ്രബിൾ ഓൺ എ ബി ആണെന്ന് അസ്യൂം ചെയ്തു. ഇഫ് പോസിബിൾ അതിൻ്റെ ഇൻ്റഗ്രലിന് 2 വാല്യൂസ് ഉണ്ടെന്ന് നമ്മൾ എടുക്കുകയാണ്, L1ഉം L2ഉം, വേർ L1 നോട്ട് ഈക്വൽ ടു L2. ഓക്കെ, അപ്പോൾ L1 നോട്ട് ഈക്വൽ ടു L2 ആണെങ്കിൽ നമുക്ക് ഒരു കോൺട്രഡിക്ഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, L1 ഈക്വൽ ടു L2 ആയിട്ട് തന്നെ നമുക്ക് എടുക്കേണ്ടി വരും എന്നുള്ളത് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമ്മൾ L1 നോട്ട് ഈക്വൽ ടു L2 എന്നുള്ളത് തുടങ്ങുകയാണ്. അവിടെ നമുക്ക് മനസ്സിലാവും അവർ തമ്മിൽ ഡിസ്റ്റൻസ് പോസിറ്റീവ് ആണെന്ന്, അതായത് മോഡ് L1 മൈനസ് L2 ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് മനസ്സിലാവും. സോ അതിൻ്റെ പകുതിയായിട്ട് നമ്മൾ എപ്സിലോൺ ചൂസ് ചെയ്യാണ്. ദാറ്റ് ഈസ് അഗെയിൻ എ പോസിറ്റീവ് ക്വാണ്ടിറ്റി. നൗ ഇൻ്റഗ്രൽ എ ടു ബി എഫ് L1 എന്ന് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് ഡെഫിനിഷൻ കൊടുക്കാം. സോ കറസ്പോണ്ടിങ് ടു എനി എപ്സിലോൺ ഒരു ഡെൽറ്റ ഉണ്ടാവുന്നതാണല്ലോ സാറ്റിസ്ഫൈങ് ദ കണ്ടീഷൻ. അപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി ഒരു എപ്സിലോൺ ചൂസ് ചെയ്തു. അപ്പോൾ ആ എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഡെൽറ്റ, അതിന് പേര് ഡെൽറ്റ 1 എന്നാണ് കൊടുക്കുന്നത്. ഒരു ഡെൽറ്റ 1 പോസിറ്റീവായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സച്ച് ദാറ്റ് ഫോർ എനി ടാഗ്ഡ് പാർട്ടീഷൻ പി ഡോട്ട് ഓഫ് ക്ലോസ്ഡ് ഇന്റർവൽ എ ബി വിത്ത് നോം പി ഡോട്ട് ലെസ് ദാൻ ഡെൽറ്റ 1 വി ഗെറ്റ് മോഡുലസ് ഓഫ് എസ് എഫ് പി ഡോട്ട് മൈനസ് L1 ലെസ് ദാൻ എപ്സിലോൺ. ഓക്കെ, ഇതേപോലെ ഇൻ്റഗ്രൽ എ ടു ബി എഫ് L2 എന്ന് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. സോ കറസ്പോണ്ടിങ് ടു ഇതേ എപ്സിലോൺ നമുക്ക് ഒരു ഡെൽറ്റ 2നെ കണ്ടുപിടിക്കാൻ പറ്റും. സച്ച് ദാറ്റ് for any tagged partition p dot with norm p dot less than del 2 we can write mod sf p dot minus L2 is less than epsilon. ഓക്കെ, അപ്പോൾ ഒരേ എപ്സിലോണിന് തന്നെ നമുക്ക് ഡെൽറ്റ 1ഉം ഡെൽറ്റ 2ഉം ഇത് വെച്ച് കിട്ടിയിട്ടുണ്ട്, സാറ്റിസ്ഫൈങ് ദ കണ്ടീഷൻ. അപ്പോൾ ഇത് രണ്ടും വർക്ക് ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഡെൽറ്റ 1ൻ്റെയും ഡെൽറ്റ 2ൻ്റെയും മിനിമം എടുക്കണം. അതിന് നമ്മൾ ഡെൽറ്റ എന്ന് പേര് വെച്ചു. ലെറ്റ് ഡെൽറ്റ ഈസ് ഈക്വൽ ടു മിനിമം ഓഫ് ഡെൽറ്റ 1 ആൻഡ് ഡെൽറ്റ 2. അപ്പോൾ നോം പി ഡോട്ട് ലെസ് ദാൻ ഡെൽറ്റ ആകുന്ന എല്ലാ പാർട്ടീഷനും നമുക്ക് മുകളിൽ പറഞ്ഞ 2 ഇക്വേഷനും അപ്ലിക്കബിൾ ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ക്യൂ ഡോട്ട് എന്ന് പറയുന്നൊരു പാർട്ടീഷൻ എടുത്തു വിത്ത് നോം ക്യൂ ഡോട്ട് ലെസ് ദാൻ ഡെൽറ്റ. അങ്ങനെയാണെങ്കിൽ നോം ക്യൂ ഡോട്ട് ലെസ് ദാൻ ഡെൽറ്റ 1ഉമാണ് ലെസ് ദാൻ ഡെൽറ്റ 2ഉമാണ്. ഓക്കെ, അത് വെച്ച് നമുക്ക് മുകളിലത്തെ ഇക്വേഷൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് എഴുതാൻ പറ്റും, മോഡുലസ് ഓഫ് എസ് എഫ് ക്യൂ ഡോട്ട് മൈനസ് L1 ലെസ് ദാൻ എപ്സിലോൺ എന്നും മോഡുലസ് ഓഫ് എസ് എഫ് ക്യൂ ഡോട്ട് മൈനസ് L2 ലെസ് ദാൻ എപ്സിലോൺ എന്നും എഴുതാൻ പറ്റും. ഇവിടെ നിന്ന് നമുക്ക് മോഡ് L1 മൈനസ് L2 ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമുക്ക് എസ് എഫ് ക്യൂ ഡോട്ടിനെ ആഡ് ചെയ്യും മൈനസ് ചെയ്യും ചെയ്തിട്ട് യൂസിങ് ട്രയാങ്കിൾ ഇൻഇക്വാലിറ്റി ഓഫ് മോഡുലസ് വി ഗെറ്റ് ദിസ് ഇസ് ലെസ് ദാൻ എപ്സിലോൺ പ്ലസ് എപ്സിലോൺ വിച്ച് ഇസ് ഈക്വൽ ടു 2 എപ്സിലോൺ. ഓക്കെ, പക്ഷേ നമ്മുടെ എപ്സിലോൺ ചൂസ് ചെയ്തത് മോഡ് L1 മൈനസ് L2 ബൈ 2 എന്നായിരുന്നു. അപ്പോൾ 2 എപ്സിലോൺ എന്ന് പറയുന്നത് മോഡ് L1 മൈനസ് L2 ആയിട്ട് കിട്ടി. ഇപ്പോൾ നമുക്ക് കിട്ടിയത് മോഡ് L1 മൈനസ് L2 ഈസ് സ്ട്രിക്ട്ലി ലെസ് ദാൻ മോഡ് L1 മൈനസ് L2 എന്നാണ്, വിച്ച് ഈസ് എ കോൺട്രഡിക്ഷൻ. അതുകൊണ്ട് നമുക്ക് അസംഷൻ റോങ് ആണെന്ന് മനസ്സിലായി. ദാറ്റ് മീൻസ് L1 ഈക്വൽ ടു L2 ആകാനേ പറ്റുള്ളൂ. അതായത് നമ്മുടെ ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ ഓൺ എ ബിയിൽ യുണീക്ക് ആയിരിക്കും. ഓക്കെ, സോ ദിസ് ഇസ് ദ ഫസ്റ്റ് തിയറം. നെക്സ്റ്റ് തിയറം വി ഹാവ് ലീനിയറിറ്റി പ്രോപ്പർട്ടി. അതായത് സപ്പോസ് എഫ് എലമെൻറ്റ് ഓഫ് ആർ എ ബി ആൻഡ് ജി എലമെൻറ്റ് ഓഫ് ആർ എ ബി അങ്ങനെയാണെങ്കിൽ കെ എന്ന് പറഞ്ഞാൽ ഏത് റിയൽ നമ്പർ വേണമെങ്കിലും ആകാം. കെ എഫ് എലമെൻറ്റ് ഓഫ് ആർ എ ബി ആയിരിക്കും. ആൻഡ് ഇൻ്റഗ്രൽ എ ടു ബി കെ എഫ് എന്ന് പറയുന്നത് കെ ഇൻറ്റു ഇൻ്റഗ്രൽ എ ടു ബി എഫിനോട് ഈക്വൽ ആയിരിക്കും. ആൻഡ് എഫ് പ്ലസ് ജി ആർ എ ബിയിൽ ഉണ്ടായിരിക്കും. ഇൻ്റഗ്രൽ എ ടു ബി എഫ് പ്ലസ് ജി എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ എ ടു ബി എഫ് പ്ലസ് ഇൻ്റഗ്രൽ എ ടു ബി ജിയോട് ഈക്വൽ ആയിരിക്കും. മൂന്നാമത്തത് ഇഫ് എഫ് ഓഫ് സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ് ഫോർ എവരി എക്സ് എലമെൻറ്റ് ഓഫ് എ ബി ആണെങ്കിൽ ഇൻ്റഗ്രലും അതേ ഇനീക്വാലിറ്റി ഹോൾഡ് ചെയ്യും. ഓക്കെ, സോ ദിസ് ഇസ് ദ ലീനിയാരിറ്റി പ്രോപ്പർട്ടി. സോ വി വിൽ സീ ദ പ്രൂഫ്. ഫസ്റ്റ് വൺ, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എഫും ജിയും ആർ എ ബിയിൽ ഉണ്ടെങ്കിൽ കെ എഫും ആർ എ ബിയിൽ ഉണ്ടെന്നാണ് പറയേണ്ടത് അല്ലേ. അപ്പോൾ എഫ് എലമെൻറ്റ് ഓഫ് ആർ എ ബി നമ്മൾ സപ്പോസ് ചെയ്തു. അപ്പോൾ നമുക്ക് ഡെഫിനിഷൻ പ്രകാരം കറസ്പോണ്ടിങ് ടു എനി എപ്സിലോൺ വി ക്യാൻ ഫൈൻഡ് എ ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് for any tagged partition p dot of ab with norm p dot less than delta we can write modulus of sf p dot minus integral a to b f is less than epsilon by mod k. ഈ mod k നമുക്ക് പിന്നീടുള്ള ആവശ്യത്തിന് വേണ്ടി നമ്മൾ ഇപ്പോൾ തന്നെ സെറ്റ് ചെയ്ത് വെക്കുന്നതാണ്. ആക്ച്വലി ഇവിടെ ലെസ് ദാൻ എപ്സിലോണേ ഉള്ളൂ. അപ്പോൾ ലെസ് ദാൻ എപ്സിലോൺ ആണെങ്കിൽ വി ക്യാൻ ഫൈൻഡ്
മോഡുലസ് ഓഫ് എസ് എഫ് പി ഡോട്ട് മൈനസ് ഇൻ്റഗ്രൽ ടു ബി എഫ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ മോഡ് കെ ആകുന്ന രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, നൗ പി ഡോട്ട് എന്ന് പറയുന്നൊരു ടാഗ്ഡ് പാർട്ടീഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ് ക്ലോസ് ഇൻ്റർവൽ എ ബിയുടെ വിത്ത് നോം പി ഡോട്ട് ലെസ് ദാൻ ഡെൽറ്റ ആയിട്ട്. അപ്പോൾ നമുക്ക് തൊട്ട് മുകളിൽ എഴുതിയിട്ടുള്ള ഇക്വേഷൻ ഈ പി ഡോട്ടിന് അപ്ലിക്കബിൾ ആണ്. ഓക്കെ, ഇനി നമ്മൾ എസ് കെ എഫ് പി ഡോട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. എസ് കെ എഫ് പി ഡോട്ട് ഇസ് ഈക്വൽ ടു ബൈ ഡെഫിനേഷൻ സമ്മേഷൻ 1 to n കെ എഫ് ഓഫ് ടി ഐ ഇൻറ്റു എക്സ് ഐ മൈനസ് എക്സ് ഐ മൈനസ് 1. ഓക്കെ, അപ്പോൾ കെ എഫ് ഓഫ് ടി ഐ എന്ന് പറയുന്നത് കെ ഇൻറ്റു എഫ് ഓഫ് ടി ഐ ആയതുകൊണ്ട് കെ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് കെ പുറത്തേക്ക് സമ്മേഷൻ്റെ പുറത്തേക്ക് വരികയാണ്. അപ്പോൾ ഈക്വൽ ടു കെ ഇൻറ്റു സമ്മേഷൻ 1 to n എഫ് ഓഫ് ടി ഐ ഇൻറ്റു എക്സ് ഐ മൈനസ് എക്സ് ഐ മൈനസ് 1 എഴുതാം. പക്ഷേ ആ സമ്മേഷൻ എന്ന് പറയുന്നത് എന്താണ്? എസ് എഫ് പി ഡോട്ടാണ്. അപ്പോൾ നമുക്ക് ഈക്വൽ ടു കെ ഇൻറ്റു എസ് എഫ് പി ഡോട്ടിന് കിട്ടി. അതായത് എസ് കെ എഫ് പി ഡോട്ട് എന്ന് പറയുന്നത് കെ ഇൻറ്റു എസ് എഫ് പി ഡോട്ടാണ്. സോ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? കെ എഫ് റീമാൻ ഇൻ്റഗ്രബിൾ ആണെന്നും കെ എഫിൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ കെ ഇൻറ്റു ഇൻ്റഗ്രൽ എ ടു ബി എഫ് ആണെന്നല്ലേ പറയേണ്ടത്. അപ്പോൾ നമ്മൾ മോഡുലസ് ഓഫ് എസ് കെ എഫ് പി ഡോട്ട് മൈനസ് കെ ഇൻറ്റു ഇൻ്റഗ്രൽ എ ടു ബി എഫ് ചെക്ക് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് പറയാം? കെ എഫ് ആർ എ ബിയിൽ ഉണ്ടെന്നും അതിൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ കെ ഇൻറ്റു ഇൻ്റഗ്രൽ എ ടു ബി എഫിനോട് ഈക്വൽ ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഈ മോഡുലസ് വാല്യൂ ചെക്ക് ചെയ്യുമ്പോൾ എസ് കെ എഫ് പി ഡോട്ടിന് പകരം നമുക്ക് കെ ഇൻറ്റു എസ് എഫ് പി ഡോട്ടിന് എഴുതാം. നമ്മളിപ്പോൾ കണ്ടുപിടിച്ചതേ ഉള്ളൂ. മൈനസ് കെ ഇൻറ്റു ഇൻ്റഗ്രൽ എ ടു ബി എഫ്. ഈ രണ്ട് ടേംസിലും കെ പുറത്തുണ്ട്, അത് നമ്മൾ മോഡുലസിൻ്റെ പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പോൾ മോഡ് കെ എന്നാണ് പുറത്തേക്ക് വരിക. മോഡ് കെ ഇൻറ്റു മോഡ് എസ് എഫ് പി ഡോട്ട് മൈനസ് ഇൻ്റഗ്രൽ എ ടു ബി എഫ്. ഓൾറെഡി നമ്മളിത് കണ്ടിട്ടുണ്ടായിരുന്നു. ലെസ് ദാൻ എപ്സിലോൺ ബൈ മോഡ് കെ ആയിട്ട് നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കണം. ഓക്കെ, അപ്പോൾ അത് പ്രകാരം നമുക്ക് എന്ത് എഴുതാം? ഇവിടെ നമുക്ക് ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടും. ഓക്കെ, സോ എന്ത് കിട്ടി? മോഡുലസ് ഓഫ് എസ് കെ എഫ് പി ഡോട്ട് മൈനസ് കെ ഇൻറ്റു ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ for any tagged partition P dot of AB with norm less than delta. Okay, so and since epsilon is arbitrary, we can write kf is an element of RAB and integral A to B kf is equal to k into integral A to B f. Okay, so this is the proof of the first part of this theorem. ഇനി നമ്മൾ രണ്ടാമത്തെ പ്രൂഫ് നോക്കാൻ പോവാണ്. അവിടെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എഫും ജിയും ആർ എ ബിയിൽ ഉണ്ടെങ്കിൽ എഫ് പ്ലസ് ജിയും ആർ എ ബിയിൽ ഉണ്ടെന്നും ഇൻ്റഗ്രൽ എ ടു ബി എഫ് പ്ലസ് ജി എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ എ ടു ബി എഫ് പ്ലസ് ഇൻ്റഗ്രൽ എ ടു ബി ജിയോട് ഈക്വൽ ആണെന്നാണ് പറയേണ്ടത്. അപ്പോൾ നമുക്ക് എഫ് എലമെൻറ്റ് ഓഫ് ആർ എ ബി ജി എലമെൻറ്റ് ഓഫ് ആർ എ ബി ഇതിന് രണ്ടിന് നമ്മൾ ഡെഫിനിഷൻ അപ്ലൈ ചെയ്യുകയാണ് കറസ്പോണ്ടിങ് ടു എപ്സിലോൺ. അപ്പോൾ കറസ്പോണ്ടിങ് ടു എപ്സിലോൺ നമുക്ക് എഫ് എലമെൻറ്റ് ഓഫ് ആർ എ ബി ആയതുകൊണ്ട് ഒരു ഡെൽറ്റ 1 കിട്ടും സാറ്റിസ്ഫൈങ് ദ കണ്ടീഷൻ. അതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. അതുപോലെ ജി എലമെൻറ്റ് ഓഫ് ആർ എ ബി ആയതുകൊണ്ട് കറസ്പോണ്ടിങ് ടു ദ സെയിം എപ്സിലോൺ വി ക്യാൻ ഫൈൻഡ് ഡെൽറ്റ 2 സച്ച് ദാറ്റ് സാറ്റിസ്ഫൈങ് ദ കണ്ടീഷൻ ഇക്വേഷൻ 2. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഇക്വേഷനും ഹോൾഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നോം എന്ന് പറയണത് ഡെൽറ്റ 1ൻ്റെയും ഡെൽറ്റ 2ൻ്റെയും മിനിമം ആയാലാണ് നടക്കുള്ളൂ. അപ്പോൾ ഡെൽറ്റ നമ്മൾ മിനിമം ഓഫ് ഡെൽറ്റ 1 ഡെൽറ്റ 2 എന്ന് സെറ്റ് ചെയ്തു. അപ്പോൾ നോം പി ഡോട്ട് ലെസ് ദാൻ ഡെൽറ്റ ആണെങ്കിൽ അവിടെ ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം ഹോൾഡ് ചെയ്യും എന്ന് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തൊരു ടാഗ്ഡ് പാർട്ടീഷൻ ക്യൂ ഡോട്ട് എടുക്കുകയാണ് വിത്ത് നോം ക്യൂ ഡോട്ട് ലെസ് ദാൻ ഡെൽറ്റ. അപ്പോൾ അത് നോം ക്യൂ ഡോട്ട് ലെസ് ദാൻ ഡെൽറ്റ 1ഉമാണ്, ഡെൽറ്റ ലെസ് ദാൻ ഡെൽറ്റ 2ഉമാണ്. സോ ഇക്വേഷൻ 1 and 2 യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മോഡ് എസ് എഫ് ക്യൂ ഡോട്ട് മൈനസ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 എന്നും മോഡ് എസ് ജി ക്യൂ ഡോട്ട് മൈനസ് ഇൻ്റഗ്രൽ എ ടു ബി ജി ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 എന്നും എഴുതാൻ പറ്റും. ഓക്കെ, ഇനി ഈ ക്യൂ ഡോട്ട് എന്താണെന്നും കൂടെ പറയുന്നു. ക്യൂ ഡോട്ട് ടാഗ്ഡ് പാർട്ടീഷനാണ്. അത് ക്യൂ ഡോട്ട് ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഓർഡേഡ് പെയേഴ്സ് എക്സ് ഐ മൈനസ് 1 എക്സ് ഐ കൊമ ടി ഐ ഐ ഈക്വൽ ടു 1 to n എന്ന് പറയുന്ന ടാഗ്ഡ് പാർട്ടീഷൻ ആണെന്ന് വിചാരിക്കും. ഓക്കെ, ദെൻ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എഫ് പ്ലസ് ജിനെ കുറിച്ചല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം എസ് എഫ് പ്ലസ് ജി ക്യൂ ഡോട്ട് എന്താണെന്ന് നമ്മൾ ചെക്ക് ചെയ്യാണ്. അതിൻ്റെ ഫോർമുല എഴുതി എക്സ്പാൻഡ് ചെയ്ത് വരുമ്പോൾ നമുക്കത് മനസ്സിലാവും. ദാറ്റ് ഈസ് എസ് എഫ് ക്യൂ ഡോട്ട് പ്ലസ് എസ് ജി ക്യൂ ഡോട്ട്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എഫ് പ്ലസ് ജി റീമാൻ ഇൻ്റഗ്രബിൾ ആണെന്നും അതിൻ്റെ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ ഇൻ്റഗ്രൽ എ ടു ബി എഫ് പ്ലസ് ഇൻ്റഗ്രൽ എ ടു ബി ജിയോട് ഈക്വൽ ആണെന്നാണ് പറയേണ്ടത്. അതുകൊണ്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്ന മോഡുലസ് ഡിഫറൻസ് എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് എസ് എഫ് പ്ലസ് ജി ക്യൂ ഡോട്ട് മൈനസ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് പ്ലസ് ഇൻ്റഗ്രൽ എ ടു ബി ജി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് വാല്യൂ കിട്ടേണ്ടത് ആ വാല്യൂ ആണ് നമ്മൾ അവിടെ മോഡുലസിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്യുന്നത്. ദിസ് ഈസ് ഈക്വൽ ടു നമ്മൾ കണ്ടുപിടിച്ചു എസ് എഫ് പ്ലസ് ജി ക്യൂ ഡോട്ട് എന്താണെന്ന്. അത് റീപ്ലേസ് ചെയ്യുന്നു.
മൈനസ് ഉള്ളിലേക്ക് എടുത്ത് മൈനസ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് മൈനസ് ഇൻ്റഗ്രൽ എ ടു ബി ജി ആയിട്ട് എഴുതുന്നു. ആൻഡ് ദെൻ മോഡുലസിൻ്റെ ട്രയാങ്കിൾ ഇനീക്വാളിറ്റി യൂസ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഓരോരുത്തരും ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ആണ് നമുക്കറിയാം ബൈ ഇക്വേഷൻ 3. സോ ദിസ് ഇസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 പ്ലസ് എപ്സിലോൺ ബൈ 2 ഈക്വൽ ടു എപ്സിലോൺ. ഇതിൽ ഇക്വേഷൻ നമ്പർ 3 എന്ന് പറഞ്ഞത് ഇതാണ്. മോഡുലസ് ഓഫ് എസ് ഓഫ് ക്യൂ ഡോട്ട് മൈനസ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ആൻഡ് മോഡുലസ് ഓഫ് എസ് ജി ക്യൂ ഡോട്ട് മൈനസ് ഇൻ്റഗ്രൽ എ ടു ബി ജി ലെസ് ദാൻ എപ്സിലോൺ ബൈ 2. ഓക്കെ, അപ്പോൾ അത് യൂസ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്കിവിടെ എന്ത് കിട്ടുന്നത്? ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടുന്നത്. ദാറ്റ് ഈസ് ഇപ്പോൾ നമുക്ക് കിട്ടിയത് നമുക്ക് എന്ത് പറയാം? എഫ് പ്ലസ് ജി ആർ എ ബിയിലുണ്ടെന്നും അതുപോലെ ഇൻ്റഗ്രൽ എ ടു ബി എഫ് പ്ലസ് ജി ഇൻ്റഗ്രൽ എ ടു ബി എഫ് പ്ലസ് ഇൻ്റഗ്രൽ എ ടു ബി ജിയോട് ഈക്വൽ ആണെന്നും പറയാം. ഓക്കെ, സോ ദിസ് ഇസ് ദ പ്രൂഫ് ഓഫ് ദ സെക്കൻഡ് പാർട്ട്. നൗ വി ഹാവ് ടു ഷോ ദ തേർഡ് വൺ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എഫ് എലമെൻറ്റ് ഓഫ് ആർ എ ബി എന്നും ജി എലമെൻറ്റ് ഓഫ് ആർ എ ബി എന്നും കൺസിഡർ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ സെക്കൻഡ് പാർട്ടിൽ കണ്ടതുപോലെ തന്നെ കറസ്പോണ്ടിങ് ടു എപ്സിലോൺ ദർ എക്സിസ്റ്റ് ഡെൽറ്റ 1 സാറ്റിസ്ഫൈങ് ദ കണ്ടീഷൻ. അതുപോലെ ജി എലമെൻറ്റ് ഓഫ് ആർ എ ബി ആണെങ്കിലും കറസ്പോണ്ടിങ് ടു ദ സെയിം എപ്സിലോൺ നമുക്ക് എന്ത് എഴുതാം? ദർ എക്സിസ്റ്റ് ഡെൽറ്റ 2 സാറ്റിസ്ഫൈങ് ദ കണ്ടീഷൻ. അഗെയിൻ നമ്മൾ ഡെൽറ്റ ഈക്വൽ ടു മിനിമം ഓഫ് ഡെൽറ്റ 1 ഡെൽറ്റ 2 സെറ്റ് ചെയ്യുന്നു. ആൻഡ് പി ഡോട്ട് എന്ന് പറയുന്നൊരു ടാഗ്ഡ് പാർട്ടീഷൻ എടുക്കുന്നു വിത്ത് നോം പി ഡോട്ട് ലെസ് ദാൻ ഡെൽറ്റ ആയിട്ട്. അപ്പോൾ നോം പി ഡോട്ട് ലെസ് ദാൻ ഡെൽറ്റ 1 ആണ് ലെസ് ദാൻ ഡെൽറ്റ 2 ആണെന്ന് മനസ്സിലാക്കാം. ദെൻ വി ഗെറ്റ് മോഡുലസ് ഓഫ് എസ് ഓഫ് പി ഡോട്ട് മൈനസ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ആൻഡ് മോഡ് എസ് ജി പി ഡോട്ട് മൈനസ് ഇൻ്റഗ്രൽ എ ടു ബി ജി ഇസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ബൈ ദ എബവ് 2 ഇക്വേഷൻസ്. ഓക്കെ, ലെസ് ദാൻ ഡെൽറ്റ 1 ലെസ് ദാൻ ഡെൽറ്റ 2 ആണ് എന്നുള്ളത് കൊണ്ട് നമ്മൾ എഴുതിയതാണ്. ഇനി ഈ രണ്ട് മോഡുലസ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കാര്യം എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ എ ടു ബി എഫ് മൈനസ് എപ്സിലോൺ ബൈ 2 ഇസ് ലെസ് ദാൻ എസ് എഫ് പി ഡോട്ട് ഈസ് ലെസ് ദാൻ ഇൻ്റഗ്രൽ എ ടു ബി എഫ് പ്ലസ് എപ്സിലോൺ ബൈ 2 ആൻഡ് ഇൻ്റഗ്രൽ എ ടു ബി ജി മൈനസ് എപ്സിലോൺ ബൈ 2 ഈസ് ലെസ് ദാൻ എസ് ജി പി ഡോട്ട് ഈസ് ലെസ് ദാൻ ഇൻ്റഗ്രൽ എ ടു ബി ജി പ്ലസ് എപ്സിലോൺ ബൈ 2. ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 1. ഇനി നമുക്ക് തേർഡ് പാർട്ടിൽ സപ്പോസിഷൻ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ് ഫോർ എവറി എക്സ് എലമെൻറ്റ് ഓഫ് എ ബി എന്നാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എസ് എഫ് പി ഡോട്ട് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എസ് ജി പി ഡോട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 നമുക്ക് ഈ ഒരു കാര്യം കൂടെ ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? we get integral a to b f minus epsilon by 2 is less than sf p dot is less than or equal to sg p dot less than integral a to b g plus epsilon by 2. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്നത് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി ജി പ്ലസ് എപ്സിലോൺ എന്നുള്ളതാണ്. ആ ഫസ്റ്റും ലാസ്റ്റും കൂടെ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, ദാറ്റ് ഈസ് എപ്സിലോൺ ആർബിട്രറി ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി ജി. അപ്പോൾ ഇതാണ് നമുക്ക് തേർഡ് പാർട്ടിൽ പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ദ സെക്കൻഡ് തിയറം. നെക്സ്റ്റ് വി ഹാവ് ദ തേർഡ് വൺ. Theorem is called boundedness property. The statement is if f is Riemann integrable on AB then f is bounded on AB. അതായത് ഒരു ഫംഗ്ഷൻ റീമാൻ ഇൻ്റഗ്രബിൾ ഓൺ എ ബി ആണെങ്കിൽ ആ ഫംഗ്ഷൻ അവിടെ ബൗണ്ടഡ് ആയിരിക്കും എന്നുള്ളതാണ്. സോ വി വിൽ സീ ദ പ്രൂഫ്. സപ്പോസ് എഫ് എലമെൻറ്റ് ഓഫ് ആർ എ ബി വിത്ത് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഈസ് ഈക്വൽ ടു എൽ. അതായത് എഫ് ആർ എ ബിയിലാണെന്നും ഇൻ്റഗ്രൽ വാല്യൂ എൽ ആണെന്നും നമ്മൾ അസ്യൂം ചെയ്തു. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എഫ് ബൗണ്ടഡ് ആണെന്നാണ്. ഓക്കെ, അപ്പോൾ എഫ് ആർ എ ബിയിലുണ്ട് എന്ന് പറയുന്നത് കൊണ്ട് നമുക്ക് എന്ത് എഴുതാം? ഇൻ്റഗ്രൽ വാല്യൂ എൽ ആണെന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? കറസ്പോണ്ടിങ് ടു എനി എപ്സിലോൺ വി ഗെറ്റ് എ ഡെൽറ്റ. അപ്പോൾ നമ്മൾ എപ്സിലോൺ 1 ആയിട്ട് എടുക്കുകയാണ്. കറസ്പോണ്ടിങ് ടു എപ്സിലോൺ ഈക്വൽ ടു 1 വി ക്യാൻ ഫൈൻഡ് എ ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് മോഡ് എസ് എഫ് പി ഡോട്ട് മൈനസ് എൽ ഈസ് ലെസ് ദാൻ 1 ഫോർ എവറി ടാഗ്ഡ് പാർട്ടീഷൻ പി ഡോട്ട് ഓഫ് എ ബി വിത്ത് നോം പി ഡോട്ട് ലെസ് ദാൻ ഡെൽറ്റ. ഓക്കെ, ഇവിടെ നിന്ന് നമുക്ക് മോഡുലസ് ഓഫ് എസ് എഫ് പി ഡോട്ട് മൈനസ് മോഡുലസ് ഓഫ് എൽ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് എസ് എഫ് പി ഡോട്ട് മൈനസ് എൽ എന്ന് എഴുതാം, വിച്ച് ഈസ് ലെസ് ദാൻ 1. ഇത് മോഡുലസിൻ്റെ പ്രോപ്പർട്ടീസിൽ നിന്ന് നമ്മൾ എഴുതുന്നതാണ്. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് കിട്ടി? ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് എസ് എഫ് പി ഡോട്ട് ഈസ് ലെസ് ദാൻ മോഡ് എൽ പ്ലസ് 1 ഫോർ എനി ടാഗ്ഡ് പാർട്ടീഷൻ പി ഡോട്ട് ഓഫ് എ ബി വിത്ത് നോം പി ഡോട്ട് ലെസ് ദാൻ ഡെൽറ്റ. ഇത് കിട്ടി. ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എഫ് ബൗണ്ടഡ് ആണ് എ ബിയിൽ എന്നാണ്.
ഇഫ് പോസിബിൾ എഫ് അൺബൗണ്ടഡ് ആണെന്ന് നമ്മൾ സപ്പോസ് ചെയ്യുകയാണ് ആൻഡ് വി അറൈവ് അറ്റ് എ കോൺട്രഡിക്ഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ എഫ് അൺബൗണ്ടഡ് ആണെന്ന് വിചാരിച്ചു. ഇനി നമ്മളൊരു പാർട്ടീഷൻ എടുക്കാൻ പോവാണ് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയുടെ. ടാഗ്ഡ് പാർട്ടീഷൻ അല്ല, ജസ്റ്റ് ഒരു പാർട്ടീഷൻ എടുക്കാൻ പോവാണ് വിത്ത് നോം ലെസ് ദാൻ ഡെൽറ്റ. അത് x0, x1, x2, x0, xn എന്നുള്ളൊരു പാർട്ടീഷനാണ് എടുക്കുന്നത്. ഇനി എഫ് അൺബൗണ്ടഡ് ആണ് എന്ന് നമ്മൾ സപ്പോസ് ചെയ്ത കാരണം നമുക്ക് എന്ത് പറയാം, മോഡ് എഫും അൺബൗണ്ടഡ് ആയിരിക്കും എന്നുള്ളത് ക്ലിയർ ആണ്. സോ ഇപ്പോൾ നമ്മൾ പാർട്ടീഷൻ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു സബ് ഇൻ്റർവെല്ലെങ്കിലും മോഡ് എഫും അൺബൗണ്ടഡ് ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം മോഡ് എഫ് മൊത്തത്തിൽ അൺബൗണ്ടഡ് എന്ന് പറയുമ്പോൾ അത് ഇൻഫിനിറ്റിയിലേക്ക് പോയിട്ടുണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ ഈ പറഞ്ഞ പാർട്ടീഷൻ ഇൻ്റർവെൽസിൽ ഏതെങ്കിലും ഒന്നിൽ മോഡ് എഫ് അൺബൗണ്ടഡ് ആയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്കത് ക്ലിയർ ആയിട്ട് പറയാം. സോ അപ്പോൾ ഒന്നിൽ കൂടുതലും സംഭവിക്കാം, നമ്മൾ മിനിമം ഒന്നിൽ പിടിച്ചിട്ടാണ് പ്രൂഫ് കൊണ്ടുപോകുന്നത്. ഓക്കെ, സോ നമ്മൾ അസ്യൂം ചെയ്യാണ് നമ്മുടെ ക്ലോസ്ഡ് ഇൻ്റർവെൽ xk-1 xk എന്ന് പറയുന്ന സബ് ഇൻ്റർവെല്ലിൽ മോഡ് എഫ് അൺബൗണ്ടഡ് ആയിട്ടുണ്ട് എന്ന് നമ്മൾ വിചാരിക്കുകയാണ്. നൗ നമ്മൾ ടാഗ്സ് എങ്ങനെ വേണം തീരുമാനിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഓൾറെഡി ഒരു പാർട്ടീഷൻ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ, ആ പാർട്ടീഷനിൽ ജസ്റ്റ് ഒരു ടാഗ്സും കൂടെ തീരുമാനമായി കഴിഞ്ഞാൽ അതൊരു ടാഗ്ഡ് പാർട്ടീഷനായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. സോ നമ്മൾ ടാഗ് സെറ്റ് ചെയ്യുന്നത് ഈ പറഞ്ഞ ക്ലോസ്ഡ് ഇൻ്റർവെൽ xk-1 xk എന്ന് പറഞ്ഞ സബ് ഇൻ്റർവെല്ലിൽ ഒഴികെ ബാക്കിയുള്ള എല്ലാ സബ് ഇൻ്റർവെൽസിലും ടി ഐ ആയിട്ട് എടുക്കുന്നത് xi തന്നെയാണ്. ഓക്കെ, അതായത് ടി ഐ ഈക്വൽ ടു xi ഫോർ ഓൾ ഐ നോട്ട് ഈക്വൽ ടു k. ഇനി നമ്മുടെ xk-1 xk എന്ന് പറഞ്ഞ സബ് ഇൻ്റർവെല്ല്, നമ്മുടെ മോഡ് എഫ് അൺബൗണ്ടഡ് ആയിട്ടുള്ള സബ് ഇൻ്റർവെല്ല് ടാഗ് ടി കെ, അതിനെ എങ്ങനെ സെലക്ട് ചെയ്യണം എന്നുള്ളതാണ് ആ ഇക്വേഷൻ നമ്പർ 2 കൊണ്ട് കാണിച്ചിട്ടുള്ളത്. എങ്ങനെ സെലക്ട് ചെയ്യണം എന്ന് വെച്ചാൽ മോഡുലസ് ഓഫ് എഫ് ഓഫ് ടി കെ ഇൻറ്റു xk-1 xk-1 എന്ന് പറയുന്ന ആ വാല്യൂ റൈറ്റിൽ എഴുതിയിട്ടുള്ള വാല്യൂവിനേക്കാളും ഹയർ ആകുന്ന രീതിയിൽ വേണം ടി കെനെ സെലക്ട് ചെയ്യാം. ഓക്കെ, റൈറ്റിൽ എഴുതിയിട്ടുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ മോഡൽ പ്ലസ് 1 എല്ലാം നമുക്ക് എന്താണെന്ന് അറിയാം. അപ്പോൾ മോഡലിൽ എന്താണെന്ന് അറിയാം, പ്ലസ് 1 പ്ലസ് മോഡുലസ് ഓഫ് സമ്മേഷൻ ഐ നോട്ട് ഈക്വൽ ടു കെ എഫ് ഓഫ് ടി ഐ ഇൻറ്റു xi-1. അതായത് ആ കേത്ത് ഇൻ്റർവെല്ലല്ലാതെ ബാക്കിയുള്ള ഇൻ്റർവെൽസിലെല്ലാം നമ്മൾ ആ റീമാൻ സമ്മ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ വാല്യൂ പ്ലസ് മോഡൽ പ്ലസ് 1 ഇതിനേക്കാൾ ഹയർ ആവുന്ന രീതിയിൽ മോഡുലസ് ഓഫ് എഫ് ഓഫ് ടി കെ ഇൻറ്റു xk-1 എന്ന് പറയുന്ന വാല്യൂ കിട്ടുന്ന രീതിയിൽ വേണം ആരെ ചൂസ് ചെയ്യാൻ, ടി കെനെ ചൂസ് ചെയ്യാൻ. അത് പോസിബിൾ ആണ്, കാരണം മോഡ് എഫ് അവിടെ അൺബൗണ്ടഡ് ആണ് എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര വലിയ ഹയർ വാല്യൂലേക്ക് വേണമെങ്കിലും എത്താനായിട്ട് പറ്റും ഇമേജിന്. ഓക്കെ, സോ എഫ് ഓഫ് ടി കെ അത്രയും ലാർജറായിട്ട് വരുന്ന രീതിയിൽ നമുക്ക് ടി കെ ചൂസ് ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ നമ്മൾ പറഞ്ഞത്. സോ ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ നമ്പർ 2 ഹോൾഡ് ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ ടി കെ എന്ന് പറഞ്ഞ ടാഗിനെ സെലക്ട് ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി നമ്മൾ ടാഗ്സ് തീരുമാനിച്ചു കഴിഞ്ഞു. അപ്പോൾ ക്യൂ ഡോട്ട് എന്ന് പറയുന്നൊരു ടാഗഡ് പാർട്ടീഷൻ ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട്. ഓൾറെഡി നമ്മുടെ കയ്യിലൊരു പാർട്ടീഷൻ ഉണ്ടായിരുന്നു, അതിൽ ടാഗ് നമ്മൾ വെച്ചു. അപ്പോൾ അതൊരു ടാഗ്ഡ് പാർട്ടീഷനായി. അതിന് നമ്മൾ ക്യൂ ഡോട്ട് എന്ന പേര് വിളിച്ചു. ക്ലിയർലി നോം ക്യൂ ഡോട്ട് ലെസ് ദാൻ ഡെൽറ്റ ആണ്. നമ്മൾ ആ പാർട്ടീഷൻ എടുത്തപ്പോൾ തന്നെ പറഞ്ഞിരുന്നു നോമ് ലെസ് ദാൻ ഡെൽറ്റ ആയിട്ടാണ് എടുത്തിട്ടുള്ളത് എന്നുള്ളത് കേട്ടോ. നൗ നമ്മൾ മോഡ് എസ് എഫ് ക്യൂ ഡോട്ട് ചെക്ക് ചെയ്യാണ്. ഡെഫിനിഷൻ കൊടുത്തു. അതിൽ നമ്മുടെ കേത്ത് ഇൻ്റർവെല്ലിനാണല്ലോ നമ്മൾ ടാഗ് ഇക്വേഷൻ നമ്പർ 2 ഹോൾഡ് ചെയ്യുന്ന രീതിയിൽ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ടേമിനെ മാത്രം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എഴുതി. എന്നിട്ട് മോഡുലസിൻ്റെ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്ത് നമ്മൾ ദിസ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡ് എഫ് ഓഫ് ടി കെ ഇൻറ്റു xk-1 മൈനസ് മോഡ് സമ്മേഷൻ ഐ നോട്ട് ഈക്വൽ ടു കെ എഫ് ഓഫ് ടി ഐ ഇൻറ്റു xi-1 എന്നുള്ള രീതിയിൽ എഴുതി. ഓക്കെ, ഇനി ഇക്വേഷൻ നമ്പർ 2 നോക്കിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ദിസ് ഈസ് ഗ്രേറ്റർ ദാൻ മോഡ് എൽ പ്ലസ് 1. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഇക്വേഷൻ നമ്പർ 2 സെറ്റ് ചെയ്തിട്ടുള്ളത് തന്നെ. അപ്പോൾ ഇതിൽ നിന്ന് എത്ര മനസ്സിലായി, മോഡ് എസ് എഫ് ക്യൂ ഡോട്ട് ഈസ് ഗ്രേറ്റർ ദാൻ മോഡ് എൽ പ്ലസ് 1 ഫോർ എ ടാഗഡ് പാർട്ടീഷൻ ക്യൂ ഡോട്ട് എഫ് എ ബി വിത്ത് നോം ക്യൂ ഡോട്ട് ഈസ് ലെസ് ദാൻ ഡെൽറ്റ. പക്ഷേ ഇത് ഒരു കോൺട്രഡിക്ഷനാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 1-ന്. നമ്മൾ അവിടെ പറഞ്ഞത് നോമ് ലെസ് ദാൻ ഡെൽറ്റ ആയിട്ടുള്ള ഏത് ടാഗഡ് പാർട്ടീഷൻ ക്യൂ ഡോട്ട് എടുത്താലും മോഡ് എസ് എഫ് പി ഡോട്ട് എന്ന് പറയുന്നത് ലെസ് ദാൻ മോഡ് എൽ പ്ലസ് 1 ആണെന്നാണ് അവിടെ പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമുക്ക് നേരെ തിരിച്ചാണ് ഇനീക്വാലിറ്റി കിട്ടിയത്. സോ ദിസ് ഇസ് എ കോൺട്രഡിക്ഷൻ ഫോർ ഇക്വേഷൻ 1. സോ അവർ അസംഷൻ ഈസ് റോങ്. സോ വി ക്യാൻ റൈറ്റ് എഫ് ഈസ് ബൗണ്ടഡ് ഓൺ ക്ലോസ്ഡ് ലെവൽ എ ബി. Okay, so this is the third theorem, very very important theorem, boundedness property. Next we have a theorem
statement is if g is Riemann integrable on AB and if f of x equal to g of x except for a finite number of points in AB, then f is Riemann integrable and integral a to b f is equal to integral a to b g. സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ജി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ റീമാൻ ഇൻ്റഗ്രബിൾ ആണ് എയിൽ, ആൻഡ് ജിയും എഫും ഈക്വൽ ആണ് ഒരു കുറച്ച് നമ്പർ ഓഫ് പോയിൻറ്റ്സ്, ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് പോയിൻറ്റ്സ് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ പോയിൻറ്റ്സിലും എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും ഈക്വൽ ആണെങ്കിൽ എഫും റീമാൻ ഇൻ്റഗ്രബിൾ ആയിരിക്കും, രണ്ടുപേരുടെയും ഇൻ്റഗ്രൽ വാല്യൂം സെയിം ആയിരിക്കും എന്നാണ് തിയറം പറയുന്നത്. ഓക്കെ, സോ വി വിൽ സീ ദ പ്രൂഫ്. സപ്പോസ് ജി എലമെൻറ്റ് ഓഫ് ആർ എ ബി ആൻഡ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എക്സ് എക്സെപ്റ്റ് ഫോർ 1 point x equal to c. അതായത് നമുക്കൊരു ഫൈനൈറ്റ് നമ്പർ ഓഫ് പോയിൻറ്റ്സിൽ എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും ഫൈനൈറ്റ് നമ്പർ ഓഫ് പോയിൻറ്റ്സ് ഒഴിച്ച് ബാക്കിയുള്ള എല്ലായിടത്തും എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും ഈക്വൽ ആണെങ്കിൽ ഈ തിയറം ട്രൂ ആണെന്നാണ് പറയേണ്ടത്. അപ്പോൾ നമ്മൾ ഒരു പോയിന്റിലാണ് എസംഷൻ എന്ന് വിചാരിച്ചിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ ബാക്കിയുള്ള എല്ലാ കേസും നമുക്ക് ഇൻഡക്ഷൻ വെച്ച് കാണിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, സോ നമ്മൾ എസ്എം ചെയ്തത് ജി ആർ എ ബിയിലുണ്ടെന്നും എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും ഈക്വൽ ആണ് എക്സെപ്റ്റ് ഫോർ 1 point. ഒരു പോയിന്റ് ഒഴിച്ച് ബാക്കിയുള്ള എല്ലായിടത്തും എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും ഈക്വൽ ആണ്. ആ ഒരു പോയിന്റ് എന്ന് പറയുന്നത് സി ആണ് കേട്ടോ. അപ്പോൾ സി എന്ന് പറയുന്ന പോയിന്റിൽ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ പോയിന്റിലും എഫും ജിയും ഈക്വൽ ആണ് നമ്മൾ അസ്യൂം ചെയ്തു. ഇനി നമ്മൾ പി ഡോട്ട് എന്ന് പറയുന്നൊരു ടാഗഡ് പാർട്ടീഷൻ കൺസിഡർ ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മോഡ് എസ് എഫ് പി ഡോട്ട് മൈനസ് എസ് ജി പി ഡോട്ട് എന്താ വരാൻ നോക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മൾ ഡെഫിനിഷൻ കൊടുത്തു, എന്നിട്ട് അത് രണ്ടിൻ്റെയും സമ്മേഷൻ സെയിം ആയതുകൊണ്ട് നമ്മളതിനെ കമ്പൈൻ ചെയ്ത് എഴുതി, എന്നിട്ട് മോഡുലസ് ഉള്ളിലേക്ക് എടുത്ത് എഴുതി. അടുത്ത സ്റ്റെപ്പിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n മോഡ് എഫ് ഓഫ് ടി ഐ മൈനസ് ജി ഓഫ് ടി ഐ ഇൻറ്റു നോം പി ഡോട്ട് എന്ന് എഴുതി. കാരണം നമുക്കറിയാം ഓരോ ഇൻ്റർവെലിൻ്റെയും ഓരോ സബ് ഇൻ്റർവെലിൻ്റെയും ലെങ്ത് എന്ന് പറയുന്നത് അത് ആ ഒരു പാർട്ടീഷൻ്റെ നോമിനേക്കാൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കും അല്ലേ. അപ്പോൾ ആ ഒരു കാര്യം കൊണ്ട് മോഡ് എക്സ് ഐ മൈനസ് എക്സ് ഐ മൈനസ് 1 നമുക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം പി ഡോട്ട് എന്ന് എഴുതാം എന്നുള്ളതുകൊണ്ട് എഴുതിയതാണ്. ഇനി നോം പി ഡോട്ട് കോൺസ്റ്റൻ്റ് ആണ്, അത് നമുക്ക് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഈക്വൽ ടു നോം പി ഡോട്ട് ഇൻറ്റു സമ്മേഷൻ 1 to n മോഡ് എഫ് ഓഫ് ടി ഐ മൈനസ് ജി ഓഫ് ടി ഐ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ഈ സമ്മേഷനിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ടാഗുകളാണ്. അപ്പോൾ നമുക്കറിയാം എഫ് ഓഫ് ടി ഐയും ജി ഓഫ് ടി ഐയും ടാഗുകളുടെ വാല്യൂ എഫ് ഓഫ് ടി ഐയും ജി ഓഫ് ടി ഐയും സി എന്ന് പറയുന്ന പോയിന്റിൽ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും ഈക്വൽ ആണ്. അപ്പോൾ ഈ സമ്മേഷനിൽ ഭൂരിഭാഗം ടേംസും 0 ആയിട്ടാണ് പോവുക. അപ്പോൾ ആകെ കൂടെ ഒരു നോൺ സീറോ വാല്യൂ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ടാഗ് എന്തായാലേ പറ്റൂ, സി ആയാലേ പറ്റൂ. ഓക്കെ, സി എന്ന് പറയുന്ന പോയിന്റിൽ മാത്രമാണ് എഫും ജിയും നോട്ട് ഈക്വൽ ആയിട്ടുള്ളത്. അപ്പോൾ ആ സമ്മേഷനിൽ നോൺ സീറോ വാല്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ ടാഗ് സി ആയിട്ടുള്ള പോയിന്റ് വേണം. ഇനി നമുക്ക് ടാഗ് ചൂസ് ചെയ്യുന്നത് നമ്മൾ എവിടെ നിന്നാണ്, ക്ലോസ് ഇൻ്റർവൽ എക്സ് ഐ മൈനസ് 1 എക്സ് ഐ എന്നാണ്. അപ്പോൾ ഒരു പോയിന്റിന് ടാഗായിട്ട് മാക്സിമം 2 ഇൻ്റർവെൽസാണ് വരാൻ പറ്റുള്ളൂ. കാരണം ആ പോയിന്റിനെ നമ്മൾ പാർട്ടീഷൻ പോയിന്റിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ആ പോയിന്റിനെ അതിരിക്കുന്ന ഇൻ്റർവെല്ലിൻ്റെ അതായത് എക്സ് ഐ മൈനസ് 1 എക്സ് ഐ അതിലത്തെ എക്സ് ഐ ആയിട്ടാണ് നമ്മൾ ഈ പാർട്ടീഷൻ പോയിൻ്റ് ആയിട്ടുള്ള സീനെ നമ്മൾ ഉൾപ്പെടുത്തുന്നതെന്നുണ്ടെങ്കിൽ ആ സി എന്ന് പറഞ്ഞതിനെ ടാഗായിട്ട് എക്സ് ഐ മൈനസ് 1 എക്സ് ഐയിലേക്കും അതുപോലെ എക്സ് ഐ പ്ലസ് 1 നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഒരു പോയിന്റ് 2 പാർട്ടീഷൻ ഇൻ്റർവെല്ലിൻ്റെ സെൻറ്ററിൽ വരികയാണെന്നുണ്ടെങ്കിൽ ആ പോയിന്റിൽ നമുക്ക് 2 ഇൻ്റർവെൽസിലേക്കും ടാഗായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇത് മാക്സിമം ആണ് കേട്ടോ. അപ്പോൾ ഒരു പോയിന്റിൽ നമുക്ക് ടാഗായിട്ട് മാക്സിമം 2 ഇൻ്റർവെൽസിലേക്കാണ് എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ഐഡിയ നമ്മുടെ കയ്യിലുണ്ട്. സോ അത് വെച്ച് നമുക്ക് ഈ ഒരു സമ്മേഷനിൽ നോൺ സീറോ വാല്യൂ മാക്സിമം 2 ടേംസിനാണ് കിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എന്ത് എഴുതാം, ലെഫ്റ്റിലിരിക്കുന്നത് മോഡ് എസ് എഫ് പി ഡോട്ട് മൈനസ് എസ് ജി പി ഡോട്ട് ആണ്. ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം പി ഡോട്ട് ഇൻറ്റു മാക്സിമം 2 കിട്ടുള്ളൂ എന്നല്ലേ പറഞ്ഞത്, അതുകൊണ്ടാണ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വെച്ചത്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം പി നോട്ട് ഇൻറ്റു 2 ഇൻറ്റു മോഡ് എഫ് ഓഫ് സി മൈനസ് ജി ഓഫ് സി. കാരണം നോൺ സീറോ വാല്യൂ വരണം എന്നുണ്ടെങ്കിൽ ആ ടാഗ് ടി ഐ എന്ന് പറഞ്ഞ ടാഗ് സി ആവണം. അത് മാക്സിമം 2 കിട്ടുള്ളൂ എന്നും പറഞ്ഞു, അതുകൊണ്ടാണ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ഇൻറ്റു എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത് കേട്ടോ. സോ ദിസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ഇൻറ്റു നോം പി നോട്ട് ഇൻറ്റു മോഡ് എഫ് ഓഫ് സി പ്ലസ് മോഡ് ജി ഓഫ് സി എന്നും എഴുതാം. ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 1. നൗ ചൂസ് എനി എപ്സിലോൺ പോസിറ്റീവ്. നമുക്ക് ജി ആർ എ ബിയിൽ ഉണ്ടെന്ന് അറിയാം. സോ നമുക്ക് ഈ എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഡെൽറ്റ 1 കണ്ടുപിടിക്കാം ആൻഡ് ഒരു റിയൽ നമ്പറിനെ കണ്ടുപിടിക്കാം എൽ, സച്ച് ദാറ്റ് മോഡ് എസ് ജി പി ഡോട്ട് മൈനസ് എൽ ഈസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ഫോർ ഓൾ പി ഡോട്ട് വിത്ത് നോം പി ഡോട്ട് ലെസ് ദാൻ ഡെൽറ്റ 1. Let it be equation number 2.
and let delta is equal to minimum of delta 1 comma epsilon by 4 into mod f of c plus mod g of c. നമ്മൾ പർപ്പസ്ഫുള്ളി സെറ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ ഡെൽറ്റ. ഇനി നമ്മൾ ഒരു പാർട്ടീഷൻ ടാഗ്ഡ് പാർട്ടീഷൻ പി ഡോട്ട് ഓഫ് എ ബി എടുക്കും വിത്ത് നോം ലെസ് ദാൻ ഡെൽറ്റ. അപ്പോൾ ലെസ് ദാൻ ഡെൽറ്റ ആണെങ്കിൽ ലെസ് ദാൻ ഡെൽറ്റ 1 ആണ്, ലെസ് ദാൻ എപ്സിലോൺ ബൈ 4 ഇൻറ്റു മോഡ് എഫ് ഓഫ് സി പ്ലസ് ജി ഓഫ് സിയും ആണ്. അപ്പോൾ അതിൽ നിന്ന് യൂസിങ് ഇക്വേഷൻ 1 and 2 നമുക്ക് മോഡ് എസ് എഫ് പി ഡോട്ട് മൈനസ് എൽ കാൽക്കുലേറ്റ് ചെയ്യാം. അതിൽ എസ് ജി പി ഡോട്ടിനെ ആഡ് ചെയ്യുന്നു, മൈനസ് ചെയ്യുന്നു, മോഡുലസിൻ്റെ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ച് സ്പ്ലിറ്റ് ചെയ്യുന്നു. ആൻഡ് വി ഗെറ്റ് മോഡ് എസ് എഫ് പി ഡോട്ട് മൈനസ് എസ് ജി പി ഡോട്ട് ലെസ് ദാൻ എന്താണെന്ന് ഇക്വേഷൻ 1 എഴുതിയിട്ടുണ്ട്, അത് റീപ്ലേസ് ചെയ്യുന്നു. പ്ലസ് മോഡ് എസ് ജി പി ഡോട്ട് മൈനസ് എൽ ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ആണെന്നുള്ളത് ഇക്വേഷൻ 2 കണ്ടു, അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ആൻഡ് അടുത്ത സ്റ്റെപ്പിൽ നോം പി ഡോട്ട് ലെസ് ദാൻ ഡെൽറ്റ ആയിട്ടല്ലേ നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത്. പക്ഷേ ഡെൽറ്റ എന്ന് പറയുന്നത് ലെസ് ദാൻ ഡെൽറ്റ 1 ആണ്, ലെസ് ദാൻ എപ്സിലോൺ ബൈ 4 ഇൻറ്റു ആ ഒരു ക്വാണ്ടിറ്റിയുമാണ്. അപ്പോൾ ആ ഒരു കാര്യം ഉപയോഗിച്ചിട്ട് നമ്മൾ ആദ്യത്തെ നോം പി ഡോട്ടിന് നമ്മൾ എപ്സിലോൺ ലെസ് ദാൻ എപ്സിലോൺ ബൈ 4 ഇൻറ്റു മോഡ് എഫ് ഓഫ് സി പ്ലസ് മോഡ് ജി ഓഫ് സി എന്ന് എഴുതാണ്. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ അതുപോലെ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ ടേംസ് കട്ട് ചെയ്ത് പോവും. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ ഡെൽറ്റയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ പർപ്പസ്ഫുള്ളി സെറ്റ് ചെയ്തിട്ടുള്ളതാണെന്നുള്ളത്. ഓക്കെ, അങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളത്. സോ വി ഗെറ്റ് ദിസ് ഇസ് ഈക്വൽ ടു എപ്സിലോൺ ബൈ 2 പ്ലസ് എപ്സിലോൺ ബൈ 2 ഈക്വൽ ടു എപ്സിലോൺ. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയത് മോഡ് എസ് എഫ് പി ഡോട്ട് മൈനസ് എൽ ഇസ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ എവറി ടാഗഡ് പാർട്ടീഷൻ പി ഡോട്ട് ഓഫ് എ ബി വിത്ത് നോം പി ഡോട്ട് ഈസ് ലെസ് ദാൻ ഡെൽറ്റ. അപ്പോൾ ഇതെന്ന് മനസ്സിലായത് എഫ് ആർ എ ബിയിൽ ഉണ്ടെന്നാണ്. ആൻഡ് ഇവിടെ നമ്മൾ മോഡ് എസ് എഫ് പി ഡോട്ട് മൈനസ് എല്ലാണ് ലെസ് ദാൻ എപ്സിലോൺ ആയിട്ട് കിട്ടിയത് അല്ലേ. അപ്പോൾ അത് എഫിൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ ആരുടെ ഇൻ്റഗ്രൽ വാല്യൂടെ ഈക്വൽ ആണെന്ന് പറയണമായിരുന്നു, ജിയുടെ. അപ്പോൾ അതുകൊണ്ടാണ് ജിയുടെ ഇൻ്റഗ്രൽ വാല്യൂ ആയിട്ടുള്ള എല്ലിനെ നമ്മളിവിടെ മോഡുലസിൻ്റെ ഉള്ളിൽ ഡിഫറൻസ് എടുക്കാനായിട്ട് വെച്ചത്. അപ്പോൾ ലെസ് ദാൻ എപ്സിലോൺ കിട്ടിയത് കൊണ്ട് നമുക്ക് എന്ത് പറയാം, ഈ എല്ല് തന്നെയാണ് എഫിൻ്റെയും ഇൻ്റഗ്രൽ വാല്യൂ. ഓക്കെ, അത് തന്നെയാണ് ജിയുടെ ഇൻ്റഗ്രൽ വാല്യൂ ആയിരുന്നത്. സോ വി ഗെറ്റ് f is an element of RAB and integral A to B f is equal to L which is equal to integral A to B G. അപ്പോൾ ഒരു പോയിന്റിൽ ഇവർ ഡിഫറൻ്റ് ആണെങ്കിൽ, അതായത് എഫും ജിയും നോട്ട് ഈക്വൽ ആണ് ഒരു പോയിന്റിൽ എന്നുണ്ടെങ്കിൽ നമുക്ക് റിസൾട്ട് കിട്ടി. സോ ബൈ ഇൻഡക്ഷൻ വി ക്യാൻ പ്രൂവ് ദ അതർ കേസ്. ഫൈനൈറ്റ് നമ്പർ ഓഫ് പോയിൻറ്റ്സ് ആണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഈ ഒരു ഐഡിയയിൽ തന്നെ എഫ് ആർ എ ബിയിലുണ്ടെന്നും ഇൻ്റഗ്രൽ A to B എഫ് തന്നെയാണ് ഇൻ്റഗ്രൽ A to B G എന്നും പറയാനായിട്ട് പറ്റും. ഓക്കെ, so this is the theorem. Thank you.